എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9-ാം തീയതിയോടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. രാവിലെ 11 മണിയോടെയോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷാഫലം ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്ന വിവിധ വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ results.kite.kerala.gov.in, അതുപോലെ തന്നെ parishavan.kerala.gov.in, അതുപോലെ തന്നെ സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ PRD ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ PRD ലൈവ് വെബ്സൈറ്റ്, ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന ഈ ഒരു വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് parishavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പരീക്ഷാ ഫലങ്ങളുടെ ആ ഒരു ഭാഗത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ ഈ ഒരു SSLC പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ അതായത് ഇപ്പോൾ പുതുതായിട്ട് ഇത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലിങ്ക് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാതിരിക്കുന്നത് ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കായിട്ട് ആ ഒരു പേജ് തയ്യാറാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു പേജിൻ്റെ ലിങ്ക് ഈ ഒരു പേജിൽ കണക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ SSLC സൂക്ഷ്മ പരിശോധനയുടെ പേജ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് പേജ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 സ്ക്രൂട്ടിനി റിസൾട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സ്ക്രൂട്ടിനിയുടെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പേജാണ്. അപ്പോൾ നിങ്ങളുടെ SSLC റിസൾട്ട് വരുന്ന സമയത്ത് SSLC എക്സാമിനേഷൻ റിസൾട്ട് മാർച്ച് 2025 അല്ലെങ്കിൽ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗമുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് നൽകിയ ശേഷം വ്യൂ റിസൾട്ട്, അതുപോലെ തന്നെ ചെക്ക് എൻ്റർ റിസൾട്ട്, ക്ലോസ് എന്ന് പറഞ്ഞുള്ള മറ്റൊരു ബട്ടൺ കൂടി ഉണ്ടാവും. ക്ലോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പേജിലേക്ക് പോകും. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ പേജിലേക്ക് പോകും. വ്യൂ റിസൾട്ടിൽ അതായത് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. ചെക്ക് എൻ്റർ റിസൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പേജ് റിഫ്രഷ് ആയിട്ട് വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ആ ഒരു പേജിൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോളവും നിങ്ങൾക്ക് വരും. അപ്പോൾ വീണ്ടും രജിസ്റ്റർ നമ്പർ കൊടുത്ത് വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിലാണ് റിസൾട്ടിൻ്റെ പേജ് ഉണ്ടാവുക. ഇനി മറ്റു വെബ്സൈറ്റുകൾ നോക്കാം. അപ്പോൾ നിങ്ങൾ പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ പരീക്ഷാ പോർട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് SSLC HI, SSLC, അതുപോലെ THSLC, THSLC HI, അതുപോലെ തന്നെ AHSLC എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിയത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൻ്റെ റിസൾട്ടാണ് അറിയേണ്ടത് അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ SSLCയുടേതാണ് അറിയേണ്ടതുകൊണ്ട് SSLC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ SSLC exam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് ഓപ്പൺ ചെയ്ത് വരിക. അപ്പോൾ നിങ്ങളുടെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ SSLC എക്സാം റിസൾട്ട് മാർച്ച് 2025 പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിന് നേരെയായിട്ട് ഇതുപോലെ ചുവപ്പ് കളറിലായിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു റിസൾട്ടിൻ്റെ ഒരു നീല കളറുള്ള പേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെയിം പേജ് തന്നെയാണ് എത്തുക. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആദ്യം രജിസ്റ്റർ നമ്പർ നൽകുക, പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി മറ്റു വെബ്സൈറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് result.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലും റിസൾട്ട് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് നിലവിൽ ലഭ്യമല്ലാത്തത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലും ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റും നിങ്ങൾക്ക് ലഭ്യമല്ലാത്തത്. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു പേജിലും റിസൾട്ട് വരുന്നത് ആയിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ഈ ഒരു സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ അടുത്തൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതുപോലെയാണ് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് SSLC അതുപോലെ HSC VHSC എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ആ റിസൾട്ടൊന്നും വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ SSLC എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക്
നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു SSLC പരീക്ഷാഫലം അറിയാവുന്നതും നിങ്ങൾക്ക് SSLC റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതും ആണ്. അപ്പോൾ ഇത്രയും വെബ്സൈറ്റുകൾ വഴിയും അതുപോലെ ഇത്രയും ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുക. SSLC റിസൾട്ട് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിന് ശേഷമാണ് റിസൾട്ടൊക്കെ വരിക. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. കാരണം നിരവധി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായിരിക്കും വെബ്സൈറ്റിൽ കയറുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ വളരെയധികം തിരക്കുണ്ടാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സമയം റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ശേഷം എല്ലാ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.